പ്രിയമുള്ളവരെ, ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ സഹോദരിയുടെ മകൾ ഡോക്ടർ വഹീദ, അതുപോലെ തന്നെ അതിൻ്റെ മകൾ ഡോക്ടർ ആഷി, മരുമകൻ ആർക്കിടെക്ട് അൻവർ, അതുപോലെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് എൻ്റെ പൂവനിയുടെ ഇന്നത്തെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ എൻ്റെ CDS മെമ്പർ ശ്രീമതി നുസൈഫ എല്ലാവരുമാണ്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒരു വിളവെടുപ്പാണ് നടത്തുന്നത്. ഇനി എനിക്കിത് വേണ്ട, എനിക്കിനി ഇത് വേണ്ട, ഇനി സംസാരം വേണ്ട. സൈസ് നോക്കിയാണോ? അറിയാൻ പറ്റും നന്നായിട്ട് വിരിഞ്ഞ ഒരു ഇടയ്ക്ക് ഇത് ഇരിക്കുന്നത് ഇത് വിരിഞ്ഞതാണ്. അകത്താണ്ട് ലെയർ പൂവിൻ്റെ സെൻറ്ററിൽ വിരിയാൻ ബാക്കിയുള്ള പൂ കട്ട് ചെയ്യണ്ട. ആ പൂവിൻ്റെ സെൻറ്റർ നോക്കുമ്പോൾ ഫുൾ വിരിഞ്ഞതായി കാണുന്ന പൂക്കളാണ് പറിച്ചെടുക്കേണ്ടത്. അത്തരം പൂക്കളാണ് വിപണിയിലും ആവശ്യം. മാല കെട്ടുന്നതിന് ഫുൾ ഇതളുകളും വിരിഞ്ഞതാണ് മാല കെട്ടുന്നതിന് ഉപയോഗപ്രദമാകുന്നത്. എൻ്റെ മോള് പൂവ് കൈ നിറയെ പൂവൊക്കെ വെച്ചിട്ടേ നിർത്തിത്തരാം. നല്ല ഷേപ്പായിരുന്നു. ഇതിന്റെ ടൈം എങ്ങനെയായത് പുള്ളി ഫ്ലറിഷ് ആവാൻ? അത് ജൂൺ മാസത്തിൽ നമ്മൾ ഇതിൻ്റെ തൈ നട്ടാൽ അത് ജൂലൈ ആഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഓണത്തിന് മുമ്പ് ഒരു 1.5 മാസം കൊണ്ട് ഇത് പോകും. 1.5 മാസം കൊണ്ട് പോകും. നമ്മൾ അതിൻ്റെ കെയർ കൊടുത്താൽ മതി. നമ്മൾ ഇതിപ്പോൾ മൊത്തം ജൈവവളങ്ങൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓ താങ്ക് യു. ബാലൻസ് ഒന്നും ഇല്ല, സ്ഥലത്തൊന്നും നിന്ന് സിസേഴ്സ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാമായിരുന്നു. ആശയുടെ അടുത്തോട്ടോ മോളെ. ഇങ്ങോട്ട് ആശി ഞാനിവിടെ വീഡിയോ എടുത്തോളൂ. ഞാൻ വലിയൊന്ന് ഹോസ്പിറ്റലിലാണ് പറഞ്ഞത്. ഇളയാള് പീഡിയാട്രീഷ്യൻ കിട്ടി MDക്ക്. സൂക്ഷിച്ചിറങ്ങണേ മോളെ. ഇടാ ഇടാ ഇടാ.
ഈ കണ്ടതിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. മോളെ കണ്ടതിനെ കുറിച്ചൊന്ന് സംസാരിക്കാൻ തോന്നുന്നു. ഇങ്ങോട്ട് തിരിഞ്ഞു. കൊച്ചുമ്മാടെ പൂക്കൾ കാണാൻ, പൂക്കൃഷി കാണാനാണ് ഞാൻ രാവിലെ എൻ്റെ മക്കളുമായിട്ട് ഇവിടെ എത്തിയത്. വളരെ മനോഹരമായ ഒരു പൂന്തോട്ടം, ആര് കണ്ടാലും കൊതിച്ചു പോകും. അതും പൂക്കളാണെങ്കിലും എന്തൊരു വലിയ പൂക്കളും വലിയ ഭംഗിയുള്ള നല്ല പെറ്റൽസ് ഉള്ള നല്ല പൂക്കൾ. ഞാൻ രാവിലെ തിരുവനന്തപുരത്തു നിന്ന് ഇത് വന്നത് തന്നെ ഇതിൻ്റെ ഇന്ന് പൂക്കൾ കട്ട് ചെയ്യുന്ന ദിവസമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഓടി വന്നതാണ്. നോക്കിക്കേ, നല്ല നല്ല ഭംഗിയുള്ള പെറ്റൽസ്, അതാണ് ഇതിലേറ്റവും പ്രത്യേകത. ഞാൻ പറഞ്ഞത് സംസാരിക്കുന്നതിനെ കുറിച്ച്. ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ അതെ, ഈ നാട്ടിൽ കാണാൻ കിട്ടുന്നത് തന്നെ വളരെ അപൂർവമാണ്. നല്ല ഷേപ്പ്, നല്ല റൗണ്ട് കാണാനാണ് കുഞ്ഞിനെ കൊണ്ട് അതെ ഓടി വന്നത്. നമ്മൾ സാധാരണ തമിഴ്നാട്ടിൽ നിന്നൊക്കെ അല്ലേ പൂക്കൾ വരുത്തുന്നത്. ഇത് കണ്ടോ, നല്ല ഫ്രഷ് പൂക്കള്, നല്ല പൂക്കള്, നല്ല വിടർന്ന വലിയ പൂക്കൾ. അതെ അതെ. എല്ലാവർക്കും